സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപാട് പ്രതിഷേധ പരിപാടികൾ, സമര പരിപാടികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം. അത് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വിഷുദിനമാണ്. ഈ വിഷുദിനത്തിൽ ഉദ്യോഗാർത്ഥികൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിഷേധിക്കുന്നത്. ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഹാൻസ്, കഷ്ടമാണ്. ഒരു സന്തോഷമുള്ളൊരു ദിവസം, കണി കണ്ടുണരേണ്ട ഒരു ദിവസം, കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. തീർച്ചയായും സേതുലക്ഷ്മി, വിഷുദിനം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു ദിവസത്തിൽ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ട് വിഭാഗക്കാർക്ക് വന്നിരിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണുള്ളത്. നേരത്തെ നമ്മൾ ആശാസമരം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. വിഷുദിനമായി ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കിയാണുള്ളത്. 19ാം തീയതിയാണ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇവർ കാഴ്ചവെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വിഷുദിനമായി ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇന്ന് വിഷുവാണ്. സാധാരണയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കേണ്ട ഒരു ദിവസം ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ്. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം എന്തുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനമായിട്ടാണല്ലോ നമ്മൾ വിഷു കൊണ്ടാടുന്നത്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ദുഃഖമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇത്രയും ദിവസം ഓരോ പ്രതീക്ഷ, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നെ വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. ഇനിയും സർക്കാർ നമ്മോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വേക്കൻസി തന്നുകൂടെ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു 3 ദിവസം മാത്രമാണ് പ്രവൃത്തി ദിനമായിട്ടുള്ളത്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി 19 അവസാനിക്കുകയും ചെയ്യും. ഒരു 500ഓളം വേക്കൻസികൾ ഇപ്പോൾ വിവരാവകാശ പ്രകാരം നിങ്ങളോടുത്ത മറുപടി ലഭിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര നിയമനങ്ങൾ നടത്തണം തന്നെയാണ് ആവശ്യം. ഞങ്ങൾ 571ഓളം വേക്കൻസി ഉണ്ട്. ഞങ്ങൾക്ക് 571 വേണ്ട. ഞങ്ങൾക്ക് അത്രയുള്ള ആളില്ല ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ. വളരെ കുറച്ച് പേരെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ളൂ. ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ബാലൻസ് പിന്നെ വേക്കൻസി ഉണ്ടാവും. അതെടുത്താൽ മാത്രം മതിയെന്ന് മാത്രം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ്. സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് അവർക്കിപ്പോഴും പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും 20ഓളം ഉദ്യോഗാർത്ഥികളിവിടെ പ്രതിഷേധിക്കുകയാണ്. കഴിയുന്നത്ര പേർക്ക് നിയമനം നൽകിക്കൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾ തൊട്ടപ്പുറത്ത് ആശാ വർക്കർമാർ 2 മാസക്കാലമായി സമരത്തിലിരിക്കുന്നു. അവരുടെ അനിശ്ചിതകാല സമരം, രാപ്പകൽ സമരം, നിരാഹാര സമരമൊക്കെ അവിടെ പുരോഗമിക്കുന്നു. തൊട്ടിപ്പുറത്ത് CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടക്കുന്നു. ഈ സമരങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ച ചെയ്ത് ഒരു സമവായത്തിലേക്കൊക്കെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു വർഷത്തിൻ്റെ തുടക്ക ദിവസം കൂടിയാണെന്ന്.